അന്ന് പാട്ട് കേൾക്കുന്ന ആപ്പ് റീചാർജ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ എന്തോ പഴയ കഥ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു? ഞാൻ പിന്നെ എപ്പോഴും പറയണെന്ന് എഴുതി തീർത്തോട്ടെ, കഷ്ടമുണ്ട്. അതെ, ഈ റീചാർജ് ഉപ്പന്റെയും CD-യുടെ ഒക്കെ കഥ കേട്ടിട്ട് എന്റെ കൂട്ടുകാരിൽ ഇക്കയുടെ ഫാൻസാ. എനിക്ക് അപ്പൂക്കായിരിക്കും, പക്ഷെ എന്റെ കൂട്ടുകാരികൾക്ക് നൊസ്റ്റുവിക്കാ. നീ MP3 കളന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അത് പറയുന്നതിന് മുന്നേ വേറൊരു ഫ്ലാഷ് ബാക്ക് പറയാം. അന്നീ പാട്ട് കേൾക്കാനായിട്ട് ആപ്പും സ്മാർട്ട് ഫോണൊന്നും ഇല്ലല്ലോ. ജോക്ക് ബോക്സിൽ ഇഷ്ടമുള്ള പാട്ട് വരുമ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കേൾക്കും. സമ്മതിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പാട്ട് ഡൗൺലോഡ് ചെയ്യാൻ കുറേ സൈറ്റ് ഉണ്ടെന്ന്. MP3 songs.pk, കുട്ടി ആപ്പ്, അങ്ങനെ കുറെ. അന്ന് 1 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ വാപ്പാടിക്കലും ഉമ്മാടിക്കലും തെണ്ടണം. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നെല്ലാവരും ഫോണല്ലേ. അന്ന് നെറ്റ്വർക്ക് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, വി ഉള്ളത് കൊണ്ട് എല്ലായിടത്തും നെറ്റ്വർക്കും കിട്ടും, എവിടെ പോയി ഡൗൺലോഡും ചെയ്യും. ഇനിയിപ്പോ മാവിന്റെ വണ്ടിയിലൊന്നും കേറണ്ടല്ലോ, ഇപ്പൊ എല്ലായിടത്തും റേഞ്ച് കിട്ടത്തില്ലേ. പക്ഷെ വേറൊരു സംഭവം നിനക്കറിയാവോ? വി ഉണ്ടല്ലോ, ഈ 6 മാസത്തിനുള്ളിൽ 1 ലക്ഷം ടവറാ വെച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, കണക്ടിവിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. അടിപൊളി. എന്നിട്ട് ബാക്കി കഥ പറ. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ആ പാട്ടൊന്ന് ആസ്വദിച്ച് വരുമ്പോ അവരതിന്റെ അടക്ക ആ സൈറ്റിന്റെ പേരങ്ങ് പറയും. mp3skull.com